ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു നല്ല ഞായറാഴ്ച ദിവസം, എല്ലാവരും ഹോളിഡേ ആയിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെളിയിൽ പോകുന്നവർ വെളിയിൽ പോകുന്നു. എന്തായാലും ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധ പൗലോസിൻ്റെ 3 തർജ്ജന ലേഖനങ്ങളെന്ന് വിളിക്കപ്പെടുന്നതാണ് ഗലാത്യർ, എബ്രായർ, കൊരിന്ത്യർ. അതിൽ ഒന്നാമതായി ഗലാത്യർ, അത് ഉപദേശ പിശകിന് എതിരെയുള്ള ഒരു ലേഖനമാണ്. അതായത് ദുരുപദേശം പറയുന്ന ആൾക്കാർക്ക് ദുരുപദേശം കേട്ട് അതിൽ വീണു പോകാതിരിക്കാനായിട്ട് അതിനു വേണ്ടി എഴുതിയിരിക്കുന്നതാണ് ഗലാത്യ ലേഖനം. അതുപോലെ തന്നെ വിശ്വാസത്തിൽ പിശകു വന്ന എബ്രായ ക്രിസ്ത്യാനികളെ ശരിയാക്കുന്ന വിശ്വാസത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി എഴുതിയതാണ് എബ്രായ ലേഖനം, അതായത് ഹീബ്രൂസ്. അതായത് ആദിമ ക്രിസ്ത്യാനികളെല്ലാം എബ്രായരായിരുന്നു, നമുക്കറിയാം. യഹൂദ ആൾക്കാരാണ് ആദ്യം ക്രിസ്തു മതം ഏറ്റുകൊണ്ടതും അവർ ക്രിസ്തീയ സഭയിലേക്ക് വന്നതൊക്കെയും. അപ്പോൾ ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന എബ്രായ ക്രിസ്ത്യാനികൾ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ലേഖനകർത്താവ് അതായ പൗലോസ് എബ്രായ ലേഖനം എഴുതുന്നത്. മൂന്നാമത്തെ പുസ്തകമായ കൊരിന്ത്യരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പിശക് സംഭവിച്ചവരെ, അതായത് വീണുപോയവരെ നേരായ ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ് 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരും. അതിൽ നമ്മൾ കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 1-ാം ചാപ്റ്ററിൽ അധ്യായം നോക്കുകയാണെങ്കിൽ അതിൽ പറയുകയാണെങ്കിൽ പക്ഷം പിടിക്കലെന്ന് പറയും. അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, ഇങ്ങനെ സഭയിൽ വരുന്ന ഒരു പക്ഷം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് പറയുന്നത്. അതായത് 1:12 പറയുന്ന ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ, ദൈവത്തിന് അത് ഇഷ്ടമല്ല. അതായത് നമ്മളൊരിക്കലും വിഭജിക്കപ്പെടാൻ പാടില്ല. നമ്മളൊരു സഭയിൽ, ഏത് സഭയാണെങ്കിലും അവിടെ നമ്മൾ ഒരുമയുള്ളവരായി, ഒത്തൊരുമയുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതേപോലെ ചാപ്റ്റർ 2 മുതൽ 14 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, ദൈവമനുഷ്യൻ ദൈവ ഉപദേശം കൈക്കൊള്ളുന്നുവെന്ന് നമ്മൾ പഠിക്കുന്നു. അതിൽ 2:14 ഇത് നമ്മൾ വായിക്കുന്നത്. അതുപോലെ ചാപ്റ്റർ 3:3 നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് എടുത്തു പറയുന്നു. 4:18 നമ്മൾ സ്വയം എല്ലാ അറിവുള്ളവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ചേർത്തിരിക്കുന്നുവെന്ന് പറയുന്ന അത് ഒരു പാപം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അറിവുള്ളവനാണെന്ന് ചിന്തിച്ച് സ്വയം എനിക്കെല്ലാം അറിയാവുന്നുള്ള ആ ഒരു വിചാരം, അത് ശരിയല്ല. ചാപ്റ്റർ 5 പറയുന്ന ദുർനടപ്പിനെ കുറിച്ചാണ്. ചാപ്റ്റർ 6:1 വ്യവഹാരം, അതായത് കോടതി കയറുന്നതിനെക്കുറിച്ചും പറയുന്നു. സഭയിൽ ഒരു പിണക്കമുണ്ടെങ്കിലോ അല്ലെ ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് കോടതിയിൽ പോകുന്നതിനെക്കുറിച്ച്, അതായത് വ്യവഹാരം നടത്തേണ്ടത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ പോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണത് പറയുന്നത്. അതായത് ചാപ്റ്റർ 7 വന്നിട്ട് കുടുംബ പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പൊരുത്തപ്പെടുന്നില്ല, ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹം അത് ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ നേർക്കാഴ്ചകൾ ധാരാളം നമുക്ക് കാണാവുന്നതാണ്. ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ അതിൽ വളരെയധികം കുടുംബ പ്രശ്നങ്ങളുള്ള ഓരോ കുടുംബങ്ങളും അത് പൊരുത്തപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. ചാപ്റ്റർ 8 വന്നിട്ട് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുവാൻ പാടില്ല എന്ന്. കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയും ഒരുപോലെ എടുക്കാൻ പാടില്ലെന്ന് എഴുതിയിരിക്കുന്നല്ലോ. അതുപോലെ തന്നെ ചാപ്റ്റർ 9 പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ചാപ്റ്റർ 10 ഐഡൽ വർഷിപ്പിന് എതിരായിട്ടുള്ള വാണിങ്ങാണ്. 11 നമ്മൾ വസ്ത്രം ധരിക്കുന്ന രീതിയും, അതായത് ഫാഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ തല കവർ ചെയ്യുന്ന കാര്യങ്ങൾ. വർഷിപ്പ് സമയത്ത് നമ്മൾ തലയിൽ സ്ത്രീകൾ തല കവർ ചെയ്യണമെന്ന് പറയുന്നു. ഹോളി കമ്മ്യൂണിയനെ കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ എങ്ങനെയാണ് അനുഭവിക്കുന്നുണ്ട്, അത് നമ്മൾ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിന്
അതിന് വേണ്ടി റെഡിയാകണമെന്നൊക്കെയും അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെയും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാനത് ചുരുക്കമായിട്ട് ആ ലേഖനത്തിന് നിന്ന് പറയാനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മാത്രം. ചാപ്റ്റർ 12 ഗിഫ്റ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു, അതായത് കൃപാവരത്തെക്കുറിച്ച് പറയുന്നു. 13 ഏറ്റവും ശ്രേഷ്ഠപരമായ ദൈവസ്നേഹം അഗപ്പെ, അതായത് ലവ്, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ചാപ്റ്റർ 14 വന്നിട്ട് കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു, അതായത് വിവേചനവരത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരുത്തിന് വരമുണ്ടെങ്കിൽ അത് വിവേചിക്കറിയാനും അതിനെ വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സഭയ്ക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ചെയ്യണമെന്നും അവിടെ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു. 15-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ മരിച്ചവൻ്റെ ഉയർപ്പവും ജീവനോടെ ഇരിക്കുന്നവരുടെ മറുരൂപത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതാണല്ലോ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ ജീവനോടിരിക്കുന്നവർ മറുരൂപപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതേപോലെ തന്നെ റിസറക്ഷൻ ഓഫ് ബോഡിയെക്കുറിച്ച് 15-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള ഭാഗത്ത് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചാപ്റ്റർ 16 പറയുന്നത് 16-22 ചാപ്റ്റർ 16 22-ാം വാക്യത്തിൽ തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അതിനായിട്ട് തലമുറയായിട്ട് ജനങ്ങൾ അത് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 9:28 പറയുന്നുണ്ടല്ലോ, തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ യേശുക്രിസ്തു വീണ്ടും വരും. അത് ഏത് സമയത്തും വരാം, നനയ്ക്കാത്ത നാഴികയിൽ വരുമെന്നാണ് പറയുന്നത്. എവിടെ വരും അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ ഉത്ഭാവനത്തിനായിട്ട് മധ്യാകാശത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഔട്ട്ലൈൻ എന്ന പോലെ കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും ഇടയായി. എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും അറിവ് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരാൾക്കെങ്കിലും അല്ല 2 പേർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ അത് ദൈവഹിതത്തിനും ദൈവമഹിമയ്ക്കുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ്. ബൈ.